യു ഡി എഫ് വിപുലപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ട്രെൻഡ് യു ഡി എഫിന് അനുകൂലമാണ്. അല്ല, ഞാൻ പറയാം ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് നടന്ന അസംബ്ലി ഇലക്ഷൻ ഉൾപ്പെടെ, പാർലമെൻറ്റ് ഇലക്ഷൻ ഉൾപ്പെടെയുള്ള ബൈ ഇലക്ഷൻസ്, അതിനുശേഷം നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ, എല്ലാത്തിലും യു ഡി എഫിനാണ് മേൽക്കൈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും യു ഡി എഫ് ആണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരിക എന്നുള്ള തോന്നൽ ഇതുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ അടിത്തറ കൂടുതൽ ആളുകളും പാർട്ടികളും ഒക്കെ ആയിട്ട് ബലപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. വന്നൂടായില്ല, എന്താ വരൂല എന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നത് വർദ്ധിച്ച പിന്തുണ ഇനി യു ഡി എഫ് എന്നുള്ള നിലയിൽ വരുമ്പോൾ വർദ്ധിച്ച പിന്തുണ യു ഡി എഫിന് കിട്ടും. റിവേഴ്സ് ഗിയറിലിട്ടു പിന്നെയും. ഞാനിനി റിവേഴ്സ് ഗിയറിലിടുന്നില്ല. ഇല്ല, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജനറലായിട്ട് യു ഡി എഫ് ആണ്, നെക്സ്റ്റ് ഈസ് യു ഡി എഫ് എന്നുള്ളത് കൊണ്ട് കൂടുതൽ വർദ്ധിച്ച പിന്തുണ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന്, മത സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിൽ നിന്ന്, കൂടുതൽ നിഷ്പക്ഷരായ ജനങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ചെറിയ ചെറിയ സോഷ്യൽ ഗ്രൂപ്പിൽ നിന്ന്. സോഷ്യൽ ഗ്രൂപ്പുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, രാഷ്ട്രീയ പാർട്ടികളല്ല, എന്നാൽ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള സംഘടനകളാണ് അവരൊക്കെ. അവരിൽ നിന്ന്, അതുപോലെ തന്നെ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പാർട്ടികൾക്ക് തന്നെ പുനർചിന്ത ഉണ്ടാവാം. അത് ഞാൻ സ്പെസിഫിക് ആയിട്ടൊരു കക്ഷിയെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് ഇപ്പോൾ വിവരമില്ല. ഇല്ല 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 അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വേറൊരു മുന്നണിയിലുള്ള കക്ഷികളുമായിട്ടുള്ള ചർച്ച ചെയ്യണമെങ്കിൽ അതില്ല. അത് മൊറാലിറ്റി അല്ല, അതങ്ങനെയല്ല. അത് ആ മുന്നണിയിൽ നിൽക്കുന്ന കക്ഷികൾ ഇനിഷ്യേറ്റീവ് എടുത്താലേ ഞങ്ങൾ ചർച്ച ചെയ്യും. താല്പര്യം പ്രകടിപ്പിക്കുമ്പോഴല്ലേ. അപ്പം നോക്കല്ലാതെ ഞങ്ങൾ ആരും അത് വല്ലാതെ ചെയ്യില്ല. ഇല്ല, അവർ ജനാധിപത്യ പാർട്ടി എന്നുള്ളതിലേക്ക് കുറേ ചർച്ചകളൊക്കെ നടക്കും. ആ ചർച്ചകളൊക്കെ നടന്ന് അതൊക്കെ സെറ്റിൽ ചെയ്യപ്പെടും. അതല്ലാതെ യു ഡി എഫിനെ ബാധിക്കുന്ന തരത്തിലേക്കൊന്നും അത് പോകില്ല. ഇല്ല, അപ്പുറത്തുണ്ട് തല്ലൊരു വശത്ത് മാത്രമല്ല, പൊരിഞ്ഞതല്ല അപ്പുറത്ത്. ഞാനിതുവരെ അത് കേട്ടില്ല. തോക്കാൻ പോൽക്കുന്നവർക്ക് തല്ലാമെന്ന്. തോൽക്കാൻ പോകുന്നവരുടെ കുത്തകാവകാശമാണ് തല്ലെന്നും, ജയിക്കാൻ പോകുന്നവർ തല്ലാൻ പാടില്ല എന്നും ഇവിടെ പറഞ്ഞിരിക്കണം. അല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രമേയത്തിൽ ഊന്നി കാര്യങ്ങൾ പറയാം. അതാണ് വേണ്ടത്. മുനമ്പം സാദിഖ് അലി ശിഹാബ് തങ്ങൾ എടുത്ത ഇനീഷ്യേറ്റീവ്, ആ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ഇനീഷ്യേറ്റീവ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. സൗഹൃദ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ സമന്വയം ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. സർക്കാർ അതിന് സഹായിക്കണം. ആരുടെ ഭാഗത്തുനിന്ന് അത്തരം പ്രസ്താവന ഉണ്ടായാലും അത് അനിസ്ലാമികമാണ്. അനിസ്ലാമികം എന്ന് പറഞ്ഞാൽ ഒരു മതവിശ്വാസിയുടെ വിശ്വാസത്തിന് ചേർന്നതല്ല. ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് അനിസ്ലാമികമാണ്. പിന്നല്ലേ ബാക്കി. അത് ഇസ്ലാമികമല്ല, അനിസ്ലാമികമാണ്. അങ്ങനെ ഉണ്ടെന്ന് അല്ല, അത് മാപ്പ് പറയേണ്ടത് അള്ളാഹിനോടാണ്, ദൈവത്തോടാണ്. കാരണം വെച്ചാൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായ മതവിധിയുണ്ട്. ഒരു വിശ്വാസിയുടെ വേറൊരു വിശ്വാസിയുടെ മതചിഹ്നങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഉള്ളതാണോ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആര് പറഞ്ഞാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാടില്ല, അത് മതവിധിക്ക് എതിരാണ്.
അല്ലില്ല, അതൊരു കണ്ടിന്യൂയിങ് കാര്യമാണ്, തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. ഓരോരോ വിഷയം നടക്കുമ്പോൾ സംസ്ഥയും ലീഗും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അതൊരു തുടർച്ചയായ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്, പുതുമല്ല. അതൊക്കെ ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ നടക്കുന്ന ചർച്ചകളാണ്. അത് തുടരില്ല എന്നാരാ പറഞ്ഞേ? അതൊക്കെ ഇനിയും ഉണ്ടാവും. അല്ല, അങ്ങനെ നേതൃത്വം കൊടുത്ത് മറ്റന്നാൾക്ക് ഒരു ചർച്ച നിശ്ചയിച്ചിട്ടൊന്നുമില്ല. ഇനി ചർച്ച ഉണ്ടാവുമോ എന്ന് ചോദിച്ചു ഞാൻ മറുപടി പറഞ്ഞതാണ്, അത്രയേ ഉള്ളൂ. പക്ഷെ നിശ്ചയിച്ച ചർച്ചകളൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. ഭാരവാഹികളുടെ യോഗം കഴിഞ്ഞിട്ടുണ്ട്. അല്ല, പറയാം ഡേറ്റ് പിന്നെ ഇല്ല. ആരാധനാലയങ്ങളെ ഈ 91 ഇതിൽ പറഞ്ഞല്ലോ, പ്രമേയത്ത് പറഞ്ഞില്ലേ? സംരക്ഷണ നിയമത്തിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടി പാർട്ടി പിന്നീട് ഡേറ്റ് പ്രഖ്യാപിക്കും. അതിന് വേണ്ടി ഒരു റാലി കോഴിക്കോട് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 91 നിയമം സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ ഡേറ്റ് തീരുമാനിച്ചില്ല. ഭാരവാഹികളെ യോഗം കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാം. ശരി.